ഈ മുസ്ലിങ്ങളെ കൊണ്ടുള്ള തൊല്ല ചെറുതൊന്നുമല്ല കേട്ടോ. അവന്മാര് ഹറാം പറമ്പ് ഇവിടെ വന്ന് കാണിച്ചിട്ടേ ഈ നമ്മളെ എന്താ പറയുക ഈ യൂറോപ്യൻ കൺട്രീസിൽ അവിടെയും ഇവിടെയൊക്കെ വന്ന ഓരോ ഹറാം പറമ്പ് കാണിച്ചിട്ട് അവസാനം അവന്മാരുടെ പേരെഴുതി വെച്ച് അവന്മാരുടെ സിമ്പൽ വരെ വെച്ച് കീറിയിട്ടാണ് അവസ്ഥ വരെ എത്തി. ഇതുവല്ലതും കാണുന്നുണ്ട്, എൻ്റെ എച്ചിലോട്ടം കാണുന്നുണ്ട്. ഒക്കെ ഇവിടെ ആരിഫ് മോനത്തൊക്കെ ഒന്ന് കാണ്. നീ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ മുസ്ലിങ്ങൾ തലവേദനയുണ്ടോ ഇവിടെ ഒക്കെ വന്നിട്ട് അലമ്പാക്കിയിട്ട് ഇവന്മാരെ കൊണ്ട് ഇപ്പോൾ ഈ നാട്ടുകാർ ഇത് ഒക്ലാൻഡിൽ നടന്നിട്ടില്ല, നമ്മുടെ ന്യൂസിലാൻഡിൽ ഇവന്മാരെ എടുത്തിട്ട് കീറിയിട്ടാളെ ചെയ്യുന്നത്. ആ അമ്മ അതിന് അറാമ്പറപ്പല്ല ഇവിടെ നിന്ന് കാണിക്കുന്നത്. ഇതൊന്ന് റിയാക്ട് ചെയ്യണം കേട്ടോ. താൻ്റെ നാളെ ലൈവ് തന്നെ ആയിക്കോട്ടെ. ഈ വല്ല ചിന്തിക്കൊന്നും വേണ്ട. നീ മറ്റോളിയൊക്കെ വിളിച്ചോളൂ, എൻ്റെ കുറേ കൂട്ടുകാരില്ല അവരൊക്കെ വിളിക്കി, എന്നിട്ട് അങ്ങ് തീർത്താള്. അതിൽ വീഡിയോ ഒന്ന് മൊത്തം കാണുക. ഈ ചെങ്ങായിമാരെ കൊണ്ടുള്ള തൊല്ല. എന്തായാലും ചെങ്ങൈമാര് അടിപൊളിയായിട്ട് അവന്മാര് എല്ലാം ഒന്നിനൊന്നും മെച്ചുണ്ട്. ഇതൊന്നും അല്ല. ഇന്നലെ അവിടെ തന്നെ ഇന്നലെ ഒക്ലാൻഡിലാണോ ഇന്നലെ വേറെ ഇവിടെ ആണോ എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ഒന്ന് ഇന്നലെ വേറെ ഉണ്ടായിരുന്നു. നമ്മുടെ സിക്കാരെല്ലാരും കൂടെ മറ്റേ ഇതുണ്ട് കേട്ടോ, നമ്മുടെ തൊപ്പിയൊക്കെ അപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ട് കേട്ടോ. കുറെ കാവി തൊപ്പിയൊക്കെ എടുത്തിട്ട് കുറെ എണ്ണം ഇന്നലെ റോട്ടുമ്മൽ ഇറങ്ങി. അവന്മാർ ഇതിനേക്കാൾ വലിയ അപ്പുറത്തോട്ടുള്ള പരിപാടിയാണ് കാണിച്ചു വിട്ടത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ ഒക്കെ അല്ലേ? കുറേ ദിവസമായി, 2-3 ദിവസമായി ഇതിങ്ങനെ ഇങ്ങനെ വിഹരിച്ച് നടക്കുകയാണ്. ഇവന്മാരെ കൊണ്ടൊരു തൊല്ലേന്ന് ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ വന്നിട്ടേ ഇവിടെ ഓരോ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് ഇപ്പോൾ ഇവന്മാരെ എടുത്തിട്ട് എറിയുന്ന അവസ്ഥയും. എൻ്റെ ആരിഫും എൻ്റെ എന്താ പറയുക നമ്മുടെ രവിദൈവം ഒക്കെ ഒന്ന് ഇറങ്ങി വാ, ഓടി വാ, എല്ലാവരും ഓടി വന്നിട്ട്. പിന്നെ നമ്മുടെ ശ്രീജിത്തോട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ നിഷ്പക്ഷ ചങ്കിമോൻ ഇജ്ജും വരണം കേട്ടോ. ഇജ്ജും വന്നിട്ട് ഒരു 4 പോസ്റ്റ് മിനിമം ഫേസ്ബുക്കിലും ഒരു 4 പോസ്റ്റ് മിനിമം യൂട്യൂബിലും ഈ ചെയ്യണം. ഇതൊക്കെ കണ്ട് നമ്മുടെ മോദി ഭരിക്കുന്ന രാജ്യത്ത് ഈ മുസ്ലിങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നില്ല. ഇവന്മാർ അവിടെ നിന്ന് വിട്ടിട്ട് ഇവിടെയൊക്കെ വന്നിട്ട് കാണിക്കുന്ന ഹറാം പറപ്പുകൊണ്ടാണ് ഈ 4 വീഡിയോ ഇടണം എന്നുള്ളത്. നാളെ തന്നെ വീഡിയോ ഇടണം. അങ്ങനെ നിങ്ങളെപ്പോലത്തെ കുറച്ച് ഈ നമ്മുടെ ഈ ചങ്കിക്ക് വിവരം കൊടുക്കുന്ന വലിയ വിവരമുള്ള ആൾക്കാർ വീഡിയോ ഇടുമ്പോഴേ ഇവർക്ക് മനസ്സിലാവുള്ളൂ ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എന്താ ചെയ്യുന്ന ഇവിടേക്ക് വന്നിട്ട് അല്ലേ. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം അല്ലേ. ഞാൻ തുടക്കത്തിലുള്ള വീഡിയോ ഒക്ലാൻഡില് കഴിഞ്ഞ ദിവസമല്ല, എനിക്ക് ഒന്ന് കുറച്ച് ഒരു മാസം മുമ്പായിട്ടുള്ള വീഡിയോ തോന്നുന്നു കേട്ടോ. അതായത് ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ തൊല്ലടി. ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ മൂക്ക് കൊത്തി നടക്കും. അമ്മ അതിൽ ഹറാം പറമ്പാണ് അവിടെ പോയി കാണിക്കുന്നത്. പക്ഷെ ആ കൂട്ടത്തിൽ മലയാളികൾ കുറച്ചുകൂടി മെച്ചത്തിലാട്ടോ. മലയാളികൾ ഈ ചങ്കിത്തരൊക്കെ അവിടെയും ഇവിടെ എഴുതും പറയുന്നൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ കോട്ടുമലേക്ക് ഇറങ്ങിയിട്ട് തരികിട വല്ലാണ്ട് കളിക്കാറില്ല എന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ. കൂടുതലും ഈ പറഞ്ഞ നോർത്തിലെ ചങ്കിവാണങ്ങളാണ് ഈ പരിപാടി ചെയ്യുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ കൊല്ലം കാനഡയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ ശ്രീരാമൻ്റെ വേഷം കെട്ടി ഹരഹര ജയ് ശ്രീരാം എന്നും വിളിച്ചിട്ട് നമ്മുടെ എന്താ ഹനുമാനോ എന്താ വാനരനെ വിളിച്ചിട്ട് എന്താ ജയ് ഹനുമാനൊക്കെ വിളിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ജസ്റ്റ് കാണാൻ നിങ്ങൾ കണ്ടുപോയി. അതായത് നമ്മൾ ഫുൾ എൻ്റർടൈൻമെൻ്റ് അല്ല. അപ്പം ആ എൻ്റർടൈൻമെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കേട്ടോ ഈ ഒരു വീഡിയോയിൽ. കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ എന്നുള്ളത്. ഇത് കാനഡയിലാണ്. ശ്രീരാമുണ്ട് ബാക്കിൽ, തൊട്ട ബാക്കിൽ തന്നെ നമ്മുടെ ഹനുമാൻജി ഉണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. കൂടെ ഒരു ജയ് പറയാൻ ഒരുത്തനുണ്ട്. ഇമ്മാതിരി ഹറാം പറപ്പാടെ പോയി കാണിക്കുക. പിന്നെ വല്ല മെച്ചം ഉണ്ടാകുമോ? ഇനി അത് പോട്ടെ. ഇന്നലെ വേറെ ഒന്നുണ്ട്. അതായത് ഇപ്പം എഴുതി വെച്ച് അവരുടെ ഇത് കാണണം. നമ്മൾ തന്നെ തല താത്തുന്നൊരവസ്ഥ ഒന്ന് കാണിച്ചിട്ടോ. അതുകൂടെ കണ്ടുപോകുന്നത്. നമുക്ക് റിജക്ട് ഫോറിൻ ഡിമോൺസ് എന്നാ പറഞ്ഞ കേട്ടോ. ഗോഡ്സ് അല്ല അവർക്ക് വെറും പ്രതിമകളാണ്. വെറും അതായത് ഇതില്ലാത്ത എന്താ പറയുക ജീവനില്ലാത്ത പ്രതിമകളെ, ഇന്ത്യൻ പ്രതിമകളെ അങ്ങ് ഒഴിവാക്കുക. ദിസ് ഈസ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. അതായത് അവർ പറയുന്നത് ഇപ്പം നമ്മുടെ രാജ്യത്ത്
നമ്മളിവിടെ രാമരാജ്യമാണ്, അതല്ലെങ്കിൽ ഹിന്ദുരാജ്യമാണ്, ഹിന്ദുരാഷ്ട്രമാണ് എന്നും പറഞ്ഞിട്ട് കളവള ചെല്ലുന്ന ടീമിനോട് പറയുന്നത്, അവിടെ വന്ന് നിങ്ങളുടെ നാട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത കുഴപ്പമില്ല, പക്ഷെ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഈ മറ്റേ ദേവന്മാരെയും ദേവിമാരെയും റോട്ടുമേലോട്ട് ഇറക്കിയിട്ടും മറ്റേ പുഴയെ മുക്കിയിട്ടും അവിടെ മുക്കിയിട്ടും ഇവിടെ താത്തിയിട്ടുള്ള പരിപാടികൾ ചെയ്യാണ്ടിരിക്കും എന്നും പറഞ്ഞ് പച്ചക്ക് കണ്ടില്ലേ. ഗണപതിൻ്റെയും അതുപോലെ തന്നെ ജയശ്രീരാമനാണോ വിഷ്ണുവാണോ, അത് വിഷ്ണു എന്ന് തോന്നുന്നുണ്ട് അല്ലേ, കയ്യിൽ ചക്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ജീസസ് ക്രൈസ്റ്റിന്റെ നാടാണ്, ഇവിടെ വന്ന് ഇമ്മാതിരി ഓളത്തരം കാണിക്കരുത് പച്ചക്ക് എഴുതി വെച്ച അവസ്ഥ. കഷ്ടം. ഇതാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നടക്കുന്നത്. ഒന്നല്ല, കഴിഞ്ഞ ദിവസം പാരീസത്തെ ഒരു സാധനം കൊണ്ട്, ഏതായാലും എല്ലാം കാണിച്ചു തരല്ലേ, നിങ്ങൾ എന്റർടൈൻ ചെയ്യും, നിങ്ങളൊന്ന് അടിച്ചു പൊളിച്ചു അതുകൂടെ കാണും. ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് രഥം കൊണ്ടുപോയില്ല, രഥത്തിന്റെ മുമ്പിലിട്ടിട്ട് തേങ്ങ ഒട്ടിക്കലും കൂടെ ഉണ്ട്, അതുകൂടെ കണ്ടിട്ട് വരും നമുക്ക്. ഇത് നമ്മുടെ നാടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് പാരീസിലെ തെരുവുകളാണ്. നാട് വിട്ട് ജോലിക്ക് പോയവർ ഡീപ്പോർട്ടായി തിരിച്ചു വരുമോ എന്തോ, അതല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ആളെ എടുക്കാതെ വരാനും സാധ്യതയുണ്ട്. എന്തായാലും കൊള്ളാം. ഇവിടം കൊണ്ടും കഴിഞ്ഞിട്ടില്ല. നമ്മളൊന്ന് ഇത് USA കേട്ടോ, USA ഒരു തടാകത്തിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഗണപതിനെ മുക്കിയിട്ട് വരാം. അവിടെ നല്ലംകൊലൊക്കെ ഒക്കെ ഭയങ്കര വൃത്തിയിലൊക്കെ കൊണ്ടുനടക്കുന്ന സ്ഥലമാണ്. അത് നമുക്ക് കണ്ടുപിടിക്കില്ല. നമുക്ക് ഇവിടെ ഗണപതിനെ മുക്കിയിട്ടും ശിവനെ മുക്കിയിട്ടും ലിംഗം മുക്കിയിട്ടും ഒക്കെ പരിപാടികളല്ലേ പൊതുവെ ചെയ്യാറ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ചെറുതായിട്ടൊന്ന് ഗണപതിനെ മുക്കുന്ന ഒരു വീഡിയോയും കൂടെ കണ്ടിട്ട് പോവാം. അങ്ങനെ നമ്മൾ നേരെ വണ്ടി കയറ്റിയിട്ട് കൊണ്ട് മുക്കും കേട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പോൾ മുക്കും, അല്ലാണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ പോയിട്ട് കാണിക്കുന്ന ഹറാം പറപ്പുകൾ. ഈ മുസ്ലിങ്ങളെ കൊണ്ട് വലിയ തൊല്ലയിടല്ലേ ഇവന്മാർ ഗണപതിനെ മുക്കിയിട്ടും ശ്രീരാമനെ മുക്കിയിട്ടും ഹനുമാനെ കൊണ്ട് നടന്നിട്ടും തേങ്ങ ഉടച്ചിട്ടും രഥം കൊണ്ടുപോയിട്ടും റോഡ് ബ്ലോക്ക് ചെയ്തിട്ടും ഒക്കെ ഹറാം പറപ്പ് കാണിച്ചുകൊണ്ട് നിൽക്കുക. എന്താ ചെയ്യല്ലേ, മനുഷ്യന്മാർക്ക് ജീവിക്കണ്ടേ. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ആരിപ്പ് കുണ്ടൻ്റെ കുറേ ഗുണ്ടികളും എല്ലാം കൂടെ ഇരുന്ന് ഭയങ്കര ചർച്ച ചെയ്ത് അങ്ങോട്ട് വീഴ്ത്തുക. ഇസ്ലാം മറ്റേതൊന്നും പറഞ്ഞിട്ട് ഇനിയിപ്പം ഇതൊന്നും കാണൂല. കാരണം ചങ്കിൻ്റെ പൈസ വരുന്നില്ലേ, നമ്മുടെ ലിയാക്കത്ത് പറഞ്ഞ പോലെ ഫണ്ട് വരുന്നില്ലേ. ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഡോറാ മുട്ടിയത്, ആരൊക്കെ ബാക്കിലാ പിടിച്ചത് ആരിഫ് എന്നുള്ളത് ലിയാക്കത്തിന് കറക്റ്റായിട്ട് അറിയാം കേട്ടോ. ലിയാക്കത്ത് 1-2 വീഡിയോ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചങ്കി പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആരിഫിന് മിണ്ടാൻ പറ്റില്ല. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ വേറെ, പിന്നെ നമ്മുടെ ഇസ്രായേലിൽ നിന്ന് അവിടെ നിന്നൊക്കെ എന്ത് ഫണ്ടാണോ ഈ പയ്യന് കിട്ടണമെന്ന് അറിയില്ല. ഏതായാലും പൈസ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല പരിപാടിയാണ്. പൈസ ഇല്ലാത്ത എന്ത് പരിപാടി, പൈസ ഇല്ലാണ്ട് എന്തെങ്കിലും നടക്കും ലോകത്ത്. ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നില്ലേ, നമ്മളെ വീഡിയോയിൽ മോണിറ്റൈസ്ഡ് അല്ലേ, ഉണ്ട്, പൈസ കിട്ടും, അതില്ലാന്നും കാര്യം നടക്കൂല. അതപ്പം അങ്ങനെ ഫണ്ട് കിട്ടുന്നിടത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഫണ്ട് കിട്ടാണ്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ച് നമ്മളെ 3 വട്ടം കല്യാണം കഴിപ്പിച്ച് 3 നമ്മൾ ഊക്കി വിട്ട് സ്വന്തം അമ്മൻ്റെ വള്ള വരെ നോക്കി നടന്ന കാലത്ത് നമുക്ക് പൈസ ഒന്നും ഇല്ലായിരുന്നു, സുഖം മാത്രമേ കിട്ടില്ലായിരുന്നു. ഇപ്പം പൈസയും കിട്ടുന്നുണ്ട്, ഈ കുറ്റം പറയുന്നതുകൊണ്ട് വേറെ പലരും സുഖം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സുഖിച്ച ജീവിതം നടത്തില്ലേ ആരിഫെ, നമ്മളങ്ങനെ സുഖിച്ച് നടക്കില്ലല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകും. നല്ലതാണ്, അത് തന്നെ ചെയ്യണം, അത് തന്നെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഏതാണെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലേ ഇനിയിപ്പോൾ അവിടെ വന്നിട്ട് മുസ്ലിങ്ങൾ ഭയങ്കര ഡീസൻ്റ് ആയിട്ടാണ്. അല്ല, അവിടുത്തെ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നടന്ന നമുക്കറിയാം അല്ലേ, ഇല്ലാത്ത മുസ്ലിം തീവ്രവാദവും അതും പറഞ്ഞിട്ട് ഇവന്മാർ കാണിച്ചു വിട്ട് ഹറാം പറപ്പ് അവിടെ ഉണ്ട്. അതില്ലാതൊന്നും ആരും സമ്മതിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ വിമർശിക്കുന്ന സമയത്ത് എല്ലാം പറയണം. അവിടെ വന്ന് മുസ്ലിം തീവ്രവാദികൾ ഇമ്മാതിരി പരിപാടി അടിക്കുമ്പോൾ നമ്മൾ അതും പറയണം. അതേപോലെ തന്നെ ഹിന്ദു തീവ്രവാദികൾ വന്നിട്ട് അവിടെ ഹിന്ദു തീവ്രവാദം കാണിക്കുമ്പോൾ നമ്മൾ അതും പറയണം. കഴിഞ്ഞ ദിവസം വേറെ ഒന്നും ഉണ്ടായിട്ടുണ്ട്. ഇത് കാനഡയിലെ റോഡിൽ മുസ്ലിങ്ങൾ നിസ്കരിച്ച അത് കണ്ടു നോക്കും. കണ്ടില്ലേ, ഇത് നടക്കുന്നുണ്ട്. ഈ പരിപാടി ഒരു സൈഡ് നടക്കുന്നുണ്ട്. ഒരാൾ ലണ്ടൻ മറ്റേ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിയിട്ട് ബാങ്ക് വിളിച്ച വീഡിയോ നമ്മൾ മുമ്പോട്ടുണ്ട് ആ വീഡിയോ അല്ലേ. ഇക്കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണണം. നമ്മൾ ഒരൊറ്റ ഈ മറ്റേ കുതിരക്ക് കണ്ണുവെച്ചോലാവരുത്. നമ്മൾ ഇങ്ങനെ തന്നെ കാണരുത്. നമ്മളൊന്ന് ഇങ്ങോട്ട് നോക്കണം. അപ്പം അവിടെ ഈ നാട്ടിൽ നിന്ന് പോയിട്ട് ആ നാട്ടിൽ പോയിട്ട് നമ്മുടെ റിലീജിയനും നമ്മുടെ കൾച്ചറൊക്കെ അവിടെ കുത്തിക്കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഹിന്ദു എന്നും പേരെഴുതി വെച്ച് കൊടിയും കീറും,
ശ്രീരാമചന്ദ്രനെ ഹനുമാനെയൊക്കെ തൂക്കി കയറെടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വിടുകയും ചെയ്യും. അതുപോലെ തന്നെ ഗണപതി ബപ്പനെ ഇനി മുക്കാൻ സമ്മതിക്കില്ല, നീയൊക്കെ നിന്റെ വീട്ടിലെ കക്കൂസിൽ മുക്കിയാൽ മതി എന്ന് വരെ അവന്മാർ പറയും. അതിൻ്റെ അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജീവിക്കാൻ ഒരു ഗുണവുമില്ല. നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ഗുണമില്ലായിട്ടാണ് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് രാജ്യത്തു നിന്ന് വിട്ടുപോയ ആൾക്കാർ ലക്ഷങ്ങളാണ് ഇന്ത്യൻ പൗരത്വം വേണ്ടാന്നും പറഞ്ഞിട്ട് ഈ രാജ്യങ്ങളിലോട്ട് പോകുന്നത്. അപ്പം ഇവിടെ ഇവന്മാർ വലിയ വലിയ സംഭവങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് അവിടെ ഈ കൊണ കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കൊണ ഇങ്ങോട്ട് പോലും വരാൻ പറ്റാത്ത അവസ്ഥ. ഇവിടെ വളരെ അബദ്ധമാണ്. ഇപ്പം നമ്മളിങ്ങനെ കയറി വരില്ലേ. നമ്മൾ റുപ്പീസ് 91 എത്തിച്ചിട്ടുണ്ട് നമ്മുടെ മോദിജിയും നമ്മുടെ നിർമ്മല സീതാരാംജിയും കൂടെ ഇന്ത്യൻ അങ്ങനെ ടോപ്പിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുക. മൂഞ്ചിത്തെറ്റിരിക്കുകയാണ് ഇവിടെ മോദിജി. സകലരും നാട്ടിൽ പോയിട്ട് സകല കാലം പിടിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. അമേരിക്കൻ്റെ കാലം പിടിച്ചു നോക്കി, രക്ഷയില്ല. മൂഞ്ചിത്തെറ്റി കയ്യിൽ കിട്ടി. അവസാനം റഷ്യയിൽ നിന്ന് കിട്ടുന്ന സംഭവം വരെ, അതായത് പെട്രോൾ വരെ നമ്മൾ ക്രൂഡ് ഓയിൽ വരെ വാങ്ങിക്കാണ്ട് അമേരിക്ക പറഞ്ഞ പോലെ അമേരിക്കൻ്റെ ട്രംപിൻ്റെ പണ്ടത്തെ ശീലമാണല്ലോ നമ്മൾ ഈ മറ്റേ ഷൂ നക്കുക എന്നുള്ളത്. നമ്മൾ സവർക്കർ മുതൽ പലവട്ടം നക്കിയതുകൊണ്ട് ആ പാരമ്പര്യത്തിൽ പെടുന്നവന്മാർ ആരാണെങ്കിലും നക്കും. അങ്ങനെ നമ്മളിപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ ഷൂ നക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽ പോലും തിരിച്ചു വരാണ്ട്, അല്ലെങ്കിൽ ട്രംപിൻ്റെ ഫോട്ടോ മുക്കുന്ന പോലെ ജിയുടെ ഫോട്ടോയും കൂടെ ഒന്ന് മുക്കണേ, അല്ലെങ്കിൽ ജിയുടെ മന്ത്രിമാരെ ഫോട്ടോയും കൂടെ മുക്കണേന്നാണ് പറഞ്ഞത്. മുക്കി കൊടുക്കുന്നുണ്ടാവും, അതിനുള്ളതൊക്കെ അങ്ങോട്ടും കൊടുക്കുന്നുണ്ടാവും, അതൊരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ രാജ്യം ആകെ അൽക്കുലത്തായിട്ടിരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ഇടക്ക് നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോണ ആൾക്കാർ അവിടെ ചെന്നിട്ട് അവിടെ ഈ ഹറാം പറപ്പ് കാണിക്കാണ്ട്, അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ ശ്രീരാമ പറപ്പ് കാണിക്കാണ്ട് മര്യാദയ്ക്ക് ജീവിക്കും. അവിടെ അല്ലാണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ അവിടെ അല്ലാണ്ട് ജീവിക്കുന്നുണ്ട്. അവർ ജീവിച്ചു പൊക്കോട്ടെ. നിൻ്റെ ഒക്കെ ഈ രക്തത്തിലും അവിടെയും വെടിയും അന്ധഭക്തതയും അല്ലെങ്കിൽ അന്ധഭക്തും കയറിയിട്ട് മൂഞ്ചിത്തെറ്റി നിൽക്കുകയാണ്. നീ വേറെ വല്ല ആഫ്രിക്കൻ രാജ്യത്തും പോകും, അവിടെ നിങ്ങൾ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും വരില്ല. അപ്പം ഇങ്ങനെ സുഖിച്ച് ജീവിക്കും വേണം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ എല്ലാ സാധനവും കാണിക്കണമെങ്കിൽ അത് നടക്കൂല. അത് അവിടെയാണ് നടക്കൂല, അത് ഗൾഫിലാണ് നടക്കൂല. ഈവൻ ഇന്ത്യയിൽ വേണം നീ എന്ത് വേണം കളിച്ചോ. ഇന്ത്യയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. നീ ഇവിടെ എന്ത് കളിച്ചാലും കുഴപ്പമില്ല. അപ്പം ശരി കേട്ടോ.